സമരം പഠിപ്പിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ 22ാം ദിവസം ആശാ വർക്കർമാർ നിയമസഭാ മാർച്ച് നടത്തി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ആശമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വരെ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചുനിന്നാണ് ആശാ വർക്കർമാർ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. DHSന്റെ മുൻപിലും സെക്രട്ടേറിയറ്റിന് മുൻപിലുമായിരുന്നു ഇത്രയും ദിവസം ആശാ വർക്കർമാർ പ്രതിഷേധ സമരം നടത്തിയിരുന്നത്. പക്ഷേ 21ാം ദിവസം സമരത്തിന്റെ മുഖം മാറുന്ന കാഴ്ചയാണുള്ളത്. മുഖ്യമന്ത്രിയും സാമാജികരും നിയമസഭയിൽ സന്നിഹിതരായിരിക്കുമ്പോൾ ആശാ വർക്കർമാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരമെന്ന നിലപാടിലാണ് വർക്കർമാർ. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഉള്ള ആശാ പ്രവർത്തകർ ഈ സമരത്തിൽ പറയുന്നത് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആശാ വർക്കർമാരാണ്. ആശാ വർക്കർമാരുടെ സമരം എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തെ ആളെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത് ആശാ വർക്കർമാർ സ്വയമേവ വന്നതാണ്. അവരുടെ യഥാർത്ഥ ഡിമാൻഡ് എന്താണെന്നും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സംഘടന ശരിയായ സംഘടന ഏതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആശാ വർക്കർമാർ ഇന്ന് നിയമസഭ മാർച്ചിന് വന്നത്. ആശാ വർക്കർമാരുടെ സമരം വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്തു. സമരത്തെ അവഹേളിക്കുന്ന ഭരണകൂടം ചവിറ്റുകൊട്ടയിലാകുമെന്നും ഇവിടെ ഒരു സമരത്തിന് CPMന്റെ തിട്ടൂരം വേണ്ടെന്നും അവരുടെ മുദ്രാവാക്യം ഏറ്റെടുക്കാനല്ല സമരമെന്നും ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് KK രമ പറഞ്ഞു. തുടക്കത്തില് അന്യായമായ സമരമെന്ന് പറഞ്ഞു, പിന്നീട് എല്ലാ നേതാക്കന്മാരും പറഞ്ഞു സമരത്തിന്റെ ഡിമാൻഡ് ന്യായമാണ്, അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്താണ് ഒരു കുഴപ്പം? ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. CITUവിന്റെ അംഗീകാരം വാങ്ങിക്കാതെ, അനുവാദം വാങ്ങിക്കാതെയാണ് നമ്മൾ സമരത്തിനിറങ്ങിയത്. അതാണ് അവർ കാണുന്ന ഒരേ ഒരു കുഴപ്പം. കണക്കെടുക്കുകയാണ്. ഇവിടുത്തെ PROമാരെ വെച്ച്, DMOയെ വെച്ച്, MOയെ വെച്ച് കണക്കെടുത്തിട്ട് ചാനൽ വന്നിരുന്ന നേതാക്കന്മാർ ഇന്ന് 10 പേര് സമരത്തിൽ നിന്ന് പിന്മാറി, ഇന്നലെ 20 പേര് സമരത്തിൽ നിന്ന് മാറി, ഇന്ന് 30 പേര് പിന്മാറി എന്ന് പറഞ്ഞ് നാണം കെട്ട കണക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കാതെ ഈ സമരത്തിന്റെ ഡിമാൻഡ് എന്താണെന്ന് ചർച്ച ചെയ്യണം. നിങ്ങളല്ലേ 60 ദിവസം ഹരിയാനയിൽ പണിമുടക്കിക്കൊണ്ട് സമരം നടത്തിയത് രാപ്പകൽ. 2014 ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 ദിവസം രാപ്പകൽ സമരം നടത്തിയത് എന്തിനാണ്? ഓണറേറിയം വർദ്ധിപ്പിക്കാനല്ലേ? അപ്പോ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുവാൻ കഴിയുമെങ്കിൽ ഹരിയാനയിലും ഡൽഹിയിലും പഞ്ചാബിലും ബംഗാളിലും അടക്കം സംസ്ഥാന സർക്കാരുകളോട് നിങ്ങൾക്ക് ചോദിക്കുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ ആശാ വർക്കർമാർക്ക് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ കഴിയില്ലേ? ഇത് നിങ്ങൾ ആരെയാണ് ഈ കള്ളം പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ആരെയാണ്? ഇവിടെ നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ കേട്ട് വിശ്വസിക്കുന്നവർ ഒരു ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ. മഹാഭൂരിപക്ഷം ഈ സത്യത്തിന്റെ കൂടെയാണ്. നിങ്ങൾ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾക്ക് മൂടിവെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഈ സമരത്തോട് ഐക്യപ്പെട്ടു നിൽക്കുന്നത്, ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. നിങ്ങൾ അവസാനം വരെ പോരാടണമെന്ന് ഞങ്ങളോട് പറയുന്നത്. തീരെ വരുമാനമുള്ളവർക്ക് അവരുടെ ശമ്പളം നിഷേധിച്ചാൽ ചോദിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും വലിയ സംഘടന എന്ന പട്ടവും ചൂടി ഞെളിഞ്ഞ് നടക്കുകയാണ് നേതാക്കന്മാർ. പണിയെടുക്കുന്നവർ കൂലി കിട്ടുന്നില്ല. നിങ്ങൾ ഈ പട്ടവും വെച്ച് നിങ്ങളുടെ വഴിക്ക് പൊക്കോളൂ. സമരം ചെയ്യാൻ ഇവിടുത്തെ തൊഴിലാളിക്കറിയാം, അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർക്കറിയാം. അത് കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട. നിങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ്? ഇവിടുത്തെ ഭരണമുന്നണി, അവരുടെ പ്രസ്ഥാനം, അവരുടെ ചാവേർ സംഘങ്ങൾ, അവരുടെ PR വർക്ക് നടത്തുന്നവർ, സൈബർ പോരാളികൾ ആരെയാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഏറ്റവും നിസ്വരായ, ഏറ്റവും സാധാരണക്കാരായ, കേറിക്കിടക്കാൻ ഇടപ്പാടമില്ലാത്ത സാധാരണക്കാരായ സ്ത്രീകളാണ് ഒരു സംഘടിത പ്രസ്ഥാനം ഒന്നിച്ചു നിന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പൊതുസമൂഹത്തോടാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പൊതുസമൂഹം ഇത് കാണണം. ഈ ഭരണ സംവിധാനം പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു പിടി വരുന്ന സ്ത്രീകളെയാണ്. ഇവരുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. അഥവാ ഇതിലൂടെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തികളാണ്, ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികളാണ്. ഇത് ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, അട്ടിമറിക്കാൻ വേണ്ടിയല്ല, ഭരണം പിടിക്കാൻ
പണിയെടുക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ. അത് പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, വിശപ്പിന്റെ രാഷ്ട്രീയമാണ്, കഷ്ടപ്പാടിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ആശാവർക്കർമാരിൽ 90% പേരും 10,000 മുതൽ 13,000 വരെ ഓണറേറിയം കൈപ്പറ്റുന്നവരാണെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാർ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ചാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. M5 ന്യൂസ്, തിരുവനന്തപുരം.